ഭക്ഷണത്തിൽ കൂടെ യേശാവിന് നഷ്ടപ്പെട്ടു പോയ തൻ്റെ അനുഗ്രഹീതമായ ഭാവിയാണ്. ഭക്ഷണം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. എന്നാൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ, ആത്മീയ ജീവിതത്തിൽ നമ്മൾ ചില സമയങ്ങളിൽ ഉപവസിക്കുമ്പോൾ ഭക്ഷണത്തെ വേർതിരിച്ച് വിട്ട് ഇരിക്കണം എന്ന് വചനം നമ്മളെ ഓർപ്പിക്കുന്നു. കാരണം ലോകത്തിലേക്ക് നമ്മുടെ റൂട്ടുകളെ കൊണ്ടുപോകുന്ന അതിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ഭക്ഷണം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആളുകൾ ഉപവസിക്കുമ്പോൾ അവർക്ക് ശ്രദ്ധയില്ലാതെ ഉപവസിക്കുന്ന ആളുകളുണ്ട്. വെറുതെ ഞാൻ ഇന്ന് ഉപവാസമാണ് എന്ന് പറഞ്ഞ് ഉപവസിക്കുന്നവരുണ്ട്. ആ ഉപവാസമൊക്കെ കർത്താവിന് ഇഷ്ടമുള്ള ഉപവാസങ്ങളല്ല. എല്ലാവർക്കും സ്നേഹവന്ദനങ്ങളെ. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുന്നത് ഉപവാസവും പ്രാർത്ഥനയും ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം, വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ഉപവാസവും പ്രാർത്ഥനയും. നമുക്കൊരുമിച്ച് ഇന്ന് പുതിയ നിയമത്തിൽ എന്താണ് കർത്താവ് ഉപവാസത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും പറഞ്ഞിരിക്കുന്ന എന്നുള്ള ചില ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ചിന്തിക്കാം. നമ്മുടെ ശരീരത്തിൽ ചില സമയങ്ങളിൽ നമ്മുടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ, നമ്മുടെ ശരീരത്തിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ നമുക്കറിയാം അത് എന്തെങ്കിലും രോഗത്തിൻ്റെ ലക്ഷണമാണ്. പലപ്പോഴും നമുക്ക് പനി വരാറുള്ളപ്പോൾ ടെമ്പറേച്ചറാണ് കൂടുന്നത്. അപ്പോൾ ശരിക്കും ആ ടെമ്പറേച്ചർ കൂടുന്നത് ഒരിക്കലും അതല്ല രോഗം, അതൊരു രോഗത്തിൻ്റെ ലക്ഷണമാണ്. ശരീരത്തിൽ ചൂട് കൂടിയപ്പോൾ അതിൻ്റെ പുറകിൽ എന്തോ ഒരു രോഗം വെളിപ്പെടുവാൻ പോകുന്നു. അതിൻ്റെ സൈനാണ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ടെമ്പറേച്ചർ. അതുപോലെ തന്നെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് പ്രാർത്ഥനയും ഉപവാസവും നമ്മളെ തീയുള്ള ഒരു മനുഷ്യനാക്കി മാറ്റുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ ആ സമയത്താണ് പലപ്പോഴും വെളിപ്പെടാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്നത്. ഉദാഹരണമായിട്ട് നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 28-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു സംഭവം. അവിടെ മെലിത്ത എന്ന് പറയുന്ന ദ്വീപിൽ പൗലോസ് അപ്പോസ്തലൻ, പ്രത്യേകിച്ച് കപ്പൽ യാത്രയിൽ എല്ലാം തകർന്ന് എല്ലാം നശിച്ച് ആശയെല്ലാം പോയ സമയത്താണ് രക്ഷപ്പെട്ട് തടവുകാരായി പിടിച്ചുകൊണ്ട് പോകുന്ന ആളുകളും കപ്പലിലുള്ള മറ്റുള്ള അവിടുത്തെ കപ്പലിലെ ജോലിക്കാരും ഒക്കെ ആയിട്ട് മെലിത്ത ദ്വീപിലെത്തുന്നു. അവിടെ വരുമ്പോൾ അവിടെ അവർക്ക് അവിടുത്തെ ആ ദേശവാസികൾ അസാധാരണമായ ദയ കാണിച്ചു എന്ന് പറയുന്നു. എന്നാൽ അവിടെ 28-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തി 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവിടെ പൗലോസ് അവിടെ തീ കൂട്ടിയിരുന്നു. കുറച്ച് വിറവ് പറക്കി താൻ തീയിലേക്കിടുമ്പോൾ ഒരു അണലി ആ ചൂട് നിമിത്തം വെളിയിലേക്ക് വരുന്നു, തൻ്റെ കയ്യിൽ ചുറ്റുന്നു. അപ്പോൾ ആ ചൂട് നിമിത്തം കയ്യിൽ ചുറ്റിയ അണലിയെ പൗലോസ് ആ തീയിലേക്ക് കുടഞ്ഞു കളയുന്നു. ആ തീയിൽ കുടഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന് മുൻപ് അവിടുത്തെ ആളുകൾ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഈ മനുഷ്യൻ ഒരു ദുഷ്ടമനുഷ്യനായിരിക്കാം, ഒരു കൊലപാതകനായിരിക്കാം, ഒരു പക്ഷേ രക്ഷപ്പെട്ട് ദ്വീപിലെത്തിയിട്ടും നീതി ദേവി അവനെ വെറുതെ വിടാതെ ശിക്ഷിക്കാൻ പോകുന്നു. അപ്പോൾ അവരിങ്ങനെ ഇപ്പോൾ ഈ മനുഷ്യൻ ചത്തു വീഴുമെന്ന് പറഞ്ഞിരിക്കുന്ന ഈ സമയത്ത് പെട്ടെന്ന് പൗലോസ് ആ ജീവിയെ തീയിലേക്ക് കുടഞ്ഞു കളഞ്ഞപ്പോൾ പെട്ടെന്ന് ഒന്നും സംഭവിക്കാതെ, തൻ്റെ ശരീരത്തിന് ഒരു പ്രയാസം ഉണ്ടാകാതിരുന്നപ്പോൾ ആളുകളുടെ മനസ്സ് മാറി. അവനൊരു കൊലപാതകനല്ല, അവനൊരു ദേവനെന്ന് അവർ തിരിച്ചു പറയാൻ തുടങ്ങി. സോ നമ്മളിവിടെ ചിന്തിക്കുന്നത്, മനസ്സിലാകുന്നത്, എങ്ങനെയാണോ ആ ചൂട് നിമിത്തം അണലി ആ ദുഷ്ടജന്തു വെളിയിൽ വന്നതുപോലെ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും തീ വരുമ്പോൾ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന പലതും വെളിപ്പെടുന്നത് കാണുവാനിടയായിത്തീരും. ഇതിന് ഉപവാസമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. കർത്താവായ യേശു, മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ വേണ്ടി മറുരൂപ മലയുടെ മുകളിലേക്ക് പോകുന്നു. തൻ്റെ കൂടെ ശിഷ്യന്മാർ പത്രോസ്, യോഹന്നാൻ, യാക്കോബ് 3 പേരുമായിട്ട് മറുരൂപ മലയിൽ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു കർത്താവിൻ്റെ മുഖഭാവം മാറുന്നു. പെട്ടെന്ന് അവിടെ ഒരു ട്രാൻസ്ഫിഗറേഷൻ സംഭവിക്കുന്നു, രൂപാന്തരം സംഭവിക്കുന്നു. അതിനുശേഷം
വളരെ നടക്കാത്ത കാര്യങ്ങൾ അവിടെ നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. മോശയും ഏലിയാവും സംഭാഷിക്കുന്നു. അതിനുശേഷം അവർ സ്വർഗീയ ശബ്ദം കേൾക്കുന്നു. ഇവൻ എൻ്റെ പുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്നുള്ള ശബ്ദം കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, സംഭവിക്കാത്ത കാര്യങ്ങൾ അവിടെ ശിഷ്യന്മാർക്ക് കാണുവാനും അനുഭവിക്കാനും കഴിയുന്നു. എന്നാൽ താഴ്വരയിൽ നമ്മൾ കാണുന്നത് അവിടെ വലിയ ചില പ്രതിസന്ധികളുടെ ഘട്ടങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ തൻ്റെ മകനുമായിട്ട്, ചന്ദ്രരോഗിയായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ മകനുമായിട്ട് ശിഷ്യന്മാരുടെ അടുക്കൽ വരുന്നു. അവനെ സൗഖ്യമാക്കണമെന്ന് അവരോട് പറഞ്ഞു. ശിഷ്യന്മാർ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശിഷ്യന്മാർ പ്രാർത്ഥിച്ചിട്ടും ഒന്നും സംഭവിച്ചില്ല, ഒരു വിടുതലും അവിടെ കിട്ടിയില്ല. വാട്ട് ഹാപ്പൻഡ്, ആ പിതാവ് വളരെ ദുഃഖിതനായി, വളരെ ഭാരപ്പെട്ടിരിക്കുക. താഴ്വരയിൽ ഒരുപാട് പ്രശ്നങ്ങളും, പിന്നെ നമ്മൾ കാണുന്നത് മലയുടെ മുകളിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിക്കുന്ന 2 അനുഭവങ്ങളാണ്. താഴ്വരയിലെ അനുഭവം, മലമുകളിലെ അനുഭവം. മലമുകളിലെ അനുഭവം വളരെ ഗ്ലോറിയസ് ആയിരിക്കുന്ന അനുഭവമാണെങ്കിൽ താഴ്വരയിലെ അനുഭവം വളരെ പ്രതിസന്ധികൾ നിറഞ്ഞതാണ്. ഇതുപോലെയാണ് വാലി ആൻഡ് മൗണ്ടൻ. 2 അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഇവിടെ നമ്മൾ കണ്ടു, ശിഷ്യന്മാർക്ക് ആ ചന്ദ്രരോഗിയെ സൗഖ്യപ്പെടുത്തുവാൻ, അവനിലുള്ള പൈശാചിക ശക്തിയെ പറഞ്ഞു വിടുവാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു കർത്താവ് മലമുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ പിതാവ് യേശു കർത്താവിൻ്റെ മുൻപിൽ മുട്ടുകുത്തിയിട്ട് ഇങ്ങനെ പറയുന്നു, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ എന്നെ സഹായിക്കണം. തീയിലും വെള്ളത്തിലും വീഴുന്ന എൻ്റെ മകനെ നിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, എന്നാൽ അവർക്ക് അവനെ വിടുവിക്കുവാൻ കഴിഞ്ഞില്ല. നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ സഹായിക്കണം. ഇത് പറഞ്ഞപ്പോൾ കർത്താവ് അവനെ നോക്കിയിട്ട്, കഴിയുമോ എന്ന്, വിശ്വസിക്കുന്നവന് സകലതും കഴിയും. എന്നാൽ യേശു കർത്താവ് അവിടെ നമ്മൾ ശിഷ്യന്മാരെ പരസ്യമായിട്ട് അവിടെ ശാസിക്കുന്ന ഒരു വാക്യം അവിടെ പറയുന്നുണ്ട്. 17-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കർത്താവ് പറയുന്നു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും, എത്രത്തോളം ഞാൻ നിങ്ങളെ സഹിക്കും. 2 കാര്യങ്ങളാണ് യേശു പറഞ്ഞത്. നമ്പർ 1, അവിശ്വാസം ഉള്ള തലമുറ. 2, കോട്ടമുള്ള തലമുറ. എന്താണ് ഈ 2 കാര്യങ്ങൾ? പലപ്പോഴും നമ്മൾ കർത്താവ് യേശുവിൽ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ നമ്മൾ ചെയ്ത് നമ്മുടെ ജീവിതം ജയകരമാക്കുവാൻ ശ്രമിക്കുമ്പോഴും ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഒരിക്കലും വിടുതലില്ലാതെ, ജയമില്ലാതെ നമ്മൾ ഭാരപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടായിപ്പോയിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തതാണോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതിനകത്തിൽ ഹിൻഡ്രൻസ് ഉണ്ടോ? നമ്മളതിനെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ചില ആത്മീക നിയമങ്ങളിൽ നമ്മൾ തെറ്റിപ്പോയിരിക്കുന്നു. എന്താണ് ആത്മീയ നിയമങ്ങൾ? നമുക്ക് നോക്കാം. കർത്താവ് പറഞ്ഞ 2 കാര്യങ്ങൾ നമുക്ക് അവിടേക്ക് നമ്മുടെ അറ്റൻഷനെ, നമ്മുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരാം. അവിശ്വാസവും കോട്ടവും ഉള്ള തലമുറ. യു ആർ ഫെയ്ത്ത്ലെസ് ആൻഡ് പെർവേഴ്സ് ജനറേഷൻ. 2 കാര്യങ്ങൾ യേശു പറഞ്ഞിരിക്കുന്നത്. അവിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവമായിട്ട് ബന്ധം വിച്ഛേദിക്കപ്പെട്ടവരെന്നാണ് അവിശ്വാസം എന്ന് പറഞ്ഞാൽ. ഒരാൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ വേറെ എന്തോ വിശ്വസിക്കുന്നുണ്ട്. ഇഫ് സമൺ ഈസ് നോട്ട് ബിലീവിങ് ഇൻ ഗാഡ്, ദെൻ ഹി ഈസ് ബിലീവിങ് സംതിങ് എൽസ്. വേറെ എന്തിലോ വിശ്വസിക്കുന്നുണ്ട്. അവിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. കോട്ടം എന്ന് കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത്, കോട്ടം പെർവേഴ്സ് ജനറേഷൻ എന്ന് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ലോകത്തിലേക്ക് ആഴമായി ഇറങ്ങിപ്പോയ വ്യക്തി എന്നാണ് എൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ലോകത്തിലേക്ക് ഒരുപാട് ഡീപ്പായ റൂട്ടുകൾ പോയിരിക്കുന്നു, കർത്താവിൽ നിന്നകന്ന് ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നു. അതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന കോട്ടമുള്ള തലമുറ. അവിശ്വാസം, ദൈവമായിട്ട് കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. കോട്ടം എന്ന് പറഞ്ഞാൽ ലോകത്തിലേക്ക് ആഴമായ വേരുകൾ റൂട്ടഡായി പോയിരിക്കുന്ന വ്യക്തികൾ. അതുകൊണ്ടാണ് യേശു പറഞ്ഞിരിക്കുന്നത്, അവിശ്വാസവും കോട്ടവും ഉള്ള തലമുറയെ ഞാൻ എത്രത്തോളം നിങ്ങളെ സഹിക്കും. അതിനുശേഷം കർത്താവ് ആ ചന്ദ്രരോഗിയായിരിക്കുന്ന ബാലനെ നോക്കിക്കൊണ്ട് അവനിലുള്ള ദുർഭൂതത്തെ ശാസിക്കുമ്പോൾ ആ ദുർഭൂതം അവനെ വിട്ടുപോകുന്നു. അതിനുശേഷം അവൻ സൗഖ്യമുള്ളവനായി ഫ്രീ ആയിട്ട് എഴുന്നേറ്റ് വരുന്നതായിട്ട് നമ്മൾ കാണും. അവിടെ വലിയ സന്തോഷം, ആശ്ചര്യപ്പെടുന്നു. ജനങ്ങളൊക്കെ വലിയ ആശ്ചര്യപ്പെടുന്നു. അത്ഭുതകരമായൊരു വിടുതൽ അവിടെ നടന്നു കഴിഞ്ഞു. എന്നാൽ ഈ വിടുതലിന് ശേഷം ശിഷ്യന്മാർ രഹസ്യമായിട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് കർത്താവിനോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്. കർത്താവേ, ഞങ്ങൾക്കെന്തുകൊണ്ടാണ് ആ
ഭൂതത്തെ പുറത്താക്കാൻ കഴിയാതെ പോയത്? എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ ബാലനെ വിടുവിക്കുവാൻ കഴിയാതെ പോയത്? യേശു അതിൻ്റെ മറുപടി ശിഷ്യന്മാരോട് പറഞ്ഞത് 17-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. നിങ്ങളുടെ ഈ കർത്താവ് അവരോട് പറയുന്ന ഇതാണ്, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി വിട്ടുപോകുന്നില്ല. ദിസ് കൈൻഡ് ക്യാൻ കം ഔട്ട് ഓൺലി ബൈ പ്രേയർ ആൻഡ് ഫാസ്റ്റിംഗ്. ഇങ്ങനെയുള്ളത് ഉപവാസത്താലും പ്രാർത്ഥനയാലും മാത്രമേ വിട്ടുപോകുകയുള്ളൂ. സോ ഇവിടെ അതിൻ്റെ ആൻസർ കർത്താവ് പറഞ്ഞു, ഉപവാസവും പ്രാർത്ഥനയും. നൗ വാട്ട് ഈസ് ഫാസ്റ്റിംഗ് ആൻഡ് വാട്ട് ഈസ് പ്രേയർ? നൗ പ്രാർത്ഥന എന്ന് കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത് ദൈവമായിട്ടുള്ള ബന്ധമാണ്. നമ്മൾ കണ്ടു യേശു കർത്താവ് മറുരൂപമലയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, ഫെലോഷിപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖഭാവം മാറുന്നു. ഹിസ് ഫേസ് ചേഞ്ച്ഡ്. മാത്യു 17:1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. സോ കർത്താവിൻ്റെ മുഖഭാവം മാറി. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ മുഖഭാവം മാറും. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ മുഖഭാവം മാറുന്നു എന്ന് നമ്മൾ കർത്താവ് തന്നെ ഉദാഹരണമായി കാണിച്ചു. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടത് പ്രാർത്ഥന ദൈവമായിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്നു. സോ whenever we pray we are connecting with God. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ഫെലോഷിപ്പിൽ നമ്മൾ കർത്താവുമായിട്ട് കണക്ട് ചെയ്യപ്പെടുകയാണ്. ഇൻ പ്രെയർ, പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തെ മാറ്റാൻ, രൂപാന്തരപ്പെടുത്താൻ വേണ്ടിയല്ല. Prayer is changing our life. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ മാറ്റുന്നതാണ്. So in prayer we are changing ourselves. In prayer we are building our future. നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ഭാവിയെ ബിൽഡ് ചെയ്യുന്നു. എങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥന ബിൽഡ് ചെയ്യുന്നത്? ഓരോ കാര്യം ദൈവത്തോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ പറയുമ്പോഴും നമ്മൾ നാളെ കണ്ടുകൊണ്ടാണ് പറയുന്നത്. So we are building our future in prayer. പ്രാർത്ഥനയിൽ ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ഏതവസ്ഥകളും കഴിഞ്ഞ നാളുകളുടെ പ്രശ്നങ്ങളാണ് ഇന്ന് നമ്മൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ നമുക്ക് എന്തെല്ലാം ഫെയിലിയേഴ്സ് വന്നോ അതാണ് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഇൻ പ്രയർ വി ആർ ബിൽഡിങ് എ ഫ്യൂച്ചർ. പ്രാർത്ഥനയിൽ നമ്മുടെ ഭാവിയെ നമ്മൾ ബിൽഡ് ചെയ്യുന്നു. ബട്ട് ഇൻ ഫാസ്റ്റിംഗ്, നമ്മൾ ഉപവാസത്തിൽ നമുക്ക് സംഭവിക്കുന്നത് ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്ന എല്ലാ കണക്ഷനുകളെയും നമ്മൾ കട്ട് ഓഫ് ചെയ്യുന്നു. ലോകത്തിലേക്ക് പോയിരിക്കുന്ന നമ്മുടെ എല്ലാ കണക്ഷനെയും കട്ട് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ശക്തരായിത്തീരുന്നു. പ്രയർ ഈസ് പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ദ ഫാദർ. പ്രാർത്ഥന എന്നത് സ്വർഗീയ പിതാവുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ്, പേഴ്സണൽ റിലേഷൻഷിപ്പാണ്. സോ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ നിന്നാണ് പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത്. പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റൊരാളുടെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയത്തുള്ളൂ. സോ ത്രൂ പ്രയർ വി ആർ ഹാവിങ് ഫെലോഷിപ്പ് വിത്ത് ദ ഫാദർ. നമ്മൾ കണ്ടു യേശു കർത്താവ് പ്രാർത്ഥനയിൽ ട്രാൻസ്ഫോർമേഷൻ വന്നതിന് ശേഷമാണ് താഴ്വരയിൽ ഒരു വ്യക്തിയെ വിടുവിക്കുന്നത്. സോ prayer brings victory because we are getting transformation through prayer. എന്നാൽ ഉപവാസം എന്നത് നമ്മുടെ ജഡത്തെ, ഫ്ലഷിനെ നമ്മൾ ലോകത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതാണ്. സെപ്പറേറ്റിംഗ് അവർ ഫ്ലഷ് ഫ്രം ദ വേൾഡ്. ലോകത്തിൽ നമ്മുടെ ജഡത്തെ മാറ്റി നിർത്തുന്നതാണ് ഉപവാസം. ഉപവസിക്കുമ്പോൾ നമ്മൾ കർത്താവ് പറഞ്ഞ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. പെർവേഴ്സ് ജനറേഷൻ, കോട്ടമുള്ള തലമുറ എന്ന് പറഞ്ഞാൽ ലോകത്തിലേക്ക് ആഴമായ ഡീപ്പായ നമ്മുടെ വേരുകൾ പോയിരിക്കുന്നു. ആ വേരുകളൊക്കെ കട്ട് ഓഫ് ചെയ്യുന്നു. അതാണ് ഉപവാസം. ഉപവാസത്തിൽ നമ്മുടെ ലോകത്തിലേക്കുള്ള എല്ലാവിധമായിരിക്കുന്ന റൂട്ടുകളെയും നമ്മൾ കട്ട് ഓഫ് ചെയ്യുകയാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഭക്ഷണം. അബ്സ്റ്റൈനിങ് ഫ്രം ഫുഡ്, ഭക്ഷണത്തിൽ നിന്ന് മാറിയിരിക്കുക. പലപ്പോഴും നമ്മളെ ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് ഭക്ഷണം. നമ്മൾ കണ്ടു ഏദൻ തോട്ടത്തിൽ ആദ്യത്തെ വീഴ്ചയെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ അവിടെ ഫുഡാണ് പ്രധാന കാര്യം. സോ ഫുഡ് അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട്, അതിൽ കൂടെ ആദം ഹൗവമാർ അവർ പൂർണ്ണമായിട്ട് ലോകത്തിലേക്ക് അവരുടെ വേരുകൾ ഇറങ്ങിപ്പോയതിൻ്റെ കാരണം ഫുഡാണ്. ഇതേ കാര്യം തന്നെയാണ് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഈശാവിൻ്റെയും യാക്കോബിൻ്റെയും ചരിത്രം നമ്മളവിടെ കാണുന്നു. അവർ രണ്ടുപേരും ബ്രദേഴ്സാണ്. പക്ഷേ ഒരു
ഭക്ഷണത്തിൻ്റെ മുൻപിൽ, അല്ലെങ്കിൽ യാക്കോബ് ഉണ്ടാക്കിയ പായസം, അതിൻ്റെ മുൻപിൽ ഏശാവ് തൻ്റെ ബർത്ത് റൈറ്റ്, ജന്മാവകാശം വിറ്റ് കളയുന്നതായിട്ട് നമ്മൾ കാണുന്നു. അവിടെ നമുക്ക് കാണാൻ കഴിയാവുന്നത് ഭക്ഷണം നിമിത്തം ഏശാവിന് നഷ്ടപ്പെട്ടു പോയത് തൻ്റെ ഭാവിയാണ്. ഏറ്റവും അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ഭാവി തനിക്ക് നഷ്ടപ്പെട്ടു പോയത് ആ ഭക്ഷണത്തിലാണ്. സോ ആക്ച്വലി ഈസോ വാസ് ട്രേഡിങ് ഹിസ് ലൈഫ്. തൻ്റെ ജീവിതം ഒരു ബിസിനസ് പോലെ ചെയ്യുകയാണ്. പക്ഷേ നമ്മൾ കണ്ടു ജേക്കബ് വാസ് ബിൽഡിങ് ഹിസ് ഫ്യൂച്ചർ. ജേക്കബ് തൻ്റെ ജീവിതത്തെ ബിൽഡ് ചെയ്യുകയാണ്. അപ്പോൾ ഭക്ഷണത്തിൽ കൂടെ ഏശാവിന് നഷ്ടപ്പെട്ടതുപോയ തൻ്റെ അനുഗ്രഹീതമായ ഭാവിയാണ്. ഭക്ഷണം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. എന്നാൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ, ആത്മീയ ജീവിതത്തിൽ നമ്മൾ ചില സമയങ്ങളിൽ ഉപവസിക്കുമ്പോൾ ഭക്ഷണത്തെ വേർതിരിച്ച് വിട്ട് ഇരിക്കണം എന്ന് വചനം നമ്മളെ ഓർപ്പിക്കുന്നു. കാരണം ലോകത്തിലേക്ക് നമ്മുടെ റൂട്ടുകളെ കൊണ്ടുപോകുന്ന അതിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ഭക്ഷണം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആളുകൾ ഉപവസിക്കുമ്പോൾ അവർക്ക് ശ്രദ്ധയില്ലാതെ ഉപവസിക്കുന്ന ആളുകളുണ്ട്. വെറുതെ ഞാൻ ഇന്ന് ഉപവാസമാണ് എന്ന് പറഞ്ഞ് ഉപവസിക്കുന്നവരുണ്ട്. ആ ഉപവാസമൊക്കെ കർത്താവിന് ഇഷ്ടമുള്ള ഉപവാസങ്ങളല്ല. ഉപവാസത്തിൽ നമുക്ക് എന്തെല്ലാം വേണമെന്ന് നമുക്കതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. എങ്കിലും പരിശുദ്ധാത്മാവ് നമ്മളെ നിയോഗിക്കുന്ന ഉപവാസത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ കോൺഗ്രിഗേഷനോട് ചേർന്ന്, അല്ലെങ്കിൽ ഉപവാസത്തിൽ നമ്മളായിരിക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ടും ആയിരിക്കേണ്ട കാര്യങ്ങളൊന്ന്, അവിടെ വചനധ്യാനം ഉണ്ടായിരിക്കണം. 2 ആരാധന ഉണ്ടായിരിക്കണം. 3 പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഉപവാസമാകുന്നുള്ളൂ. അപ്പോൾ തന്നെ ഭക്ഷണം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട്. ബ്രദർ, ഞാൻ രോഗിയായിരിക്കുന്ന ഒരാളാണ്, എനിക്ക് ഉപവസിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ മരുന്ന് എടുക്കുന്ന ആളാണ്, എനിക്ക് ഉപവസിക്കാൻ കഴിയുമോ? എല്ലാവർക്കും ഉപവസിക്കുവാൻ കഴിയും. ഈവൻ ഡോക്ടേഴ്സ് നമ്മളെ സജസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഉപവസിക്കുവാൻ വേണ്ടി. എന്നാൽ ദൈവവചനപ്രകാരമുള്ള ഉപവാസം എന്ന് പറയുന്നത് അത് പരിശുദ്ധാത്മ നിയോഗത്തിലാണ്. ആ പരിശുദ്ധാത്മ നിയോഗത്തിൽ നമ്മൾ കർത്താവിനോട് ചേർന്ന് ആയിരിക്കുമ്പോൾ ഭക്ഷണത്തെ എങ്ങനെയാണ് നമ്മൾ വെടിയേണ്ടത്? എങ്ങനെയാണ് ഭക്ഷണത്തെ വെടിയേണ്ടത്? നമ്മൾ കണ്ടു, ഭക്ഷണം നമ്മളെ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രധാന കാര്യമാണ്, ഒരു ഘടകമാണ്. അത് നമ്മൾ കണ്ടു, ഏദൻ പർദീസയിൽ ആദത്തിൻ്റെ അവകാശങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു. ഇവിടെ നമ്മൾ കണ്ടു ഏശാവിൻ്റെ തൻ്റെ ഭാവി മുഴുവൻ നശിച്ചു പോകുന്നത്, തകർന്നു പോകുന്നത് ആ ഒരു ഭക്ഷണത്തിൽ കൂടിയാണ്. അപ്പോൾ തന്നെ പലപ്പോഴും ഭക്ഷണം അമിതമായി നമ്മുടെ ശരീരത്തിൽ രോഗങ്ങളെ കൊണ്ടുവരുന്നതാണ്. ഉപവസിക്കുമ്പോൾ വാസ്തവത്തിൽ സംഭവിക്കുന്ന നമ്മുടെ ശരീരത്തിന് വലിയൊരു സൗഖ്യം കൂടെയാണ് ഉണ്ടാകുന്നത്. വി ഗെറ്റിംഗ് ഹീൽഡ്, നമ്മൾ സൗഖ്യമാകുകയാണ് ചെയ്യുന്നത്. എങ്ങനെയായിരിക്കണം ഉപവാസത്തെക്കുറിച്ച് മറ്റു ചില ചിന്തകളിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഭക്ഷണം എന്നതിനെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തെ നമ്മൾ കൺട്രോളിലേക്ക് കൊണ്ടുവരികയാണ്. അതോടൊപ്പം തന്നെ വി ആർ ബൈൻഡിങ് അവർ ബോഡി, നമ്മുടെ ശരീരത്തെ നമ്മൾ ബന്ധസ്ഥരാക്കിയാണ്. നമ്മൾ പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന ലോകത്തിൻ്റെതായിരിക്കുന്ന ആഗ്രഹങ്ങൾ, അതിലേറ്റവും കൂടുതൽ ഭക്ഷണമാണെന്ന് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. അതിനകത്തിൽ എങ്ങനെയാണ് ഈ ഭക്ഷണം വെടിയേണ്ടത്? അതുകൊണ്ട് 3 തരം ഉപവാസത്തെക്കുറിച്ച് ഞാൻ ഓർപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നമ്പർ 1, നമ്മൾ ഉപവസിക്കുമ്പോൾ നമുക്ക് വെള്ളം കുടിച്ചുകൊണ്ട് ഉപവസിക്കാം. ഇത് ഒരു തരം ഉപവാസമാണ്. രണ്ടാമത്തെ ഉപവാസം, നമുക്ക് ഒരു നേരം ഭക്ഷണം കഴിച്ചുകൊണ്ട് നമുക്ക് ഉപവസിക്കാം. മൂന്നാമത്തെ ഉപവാസം, നമുക്ക് ചെറുതായ എന്ന് പറഞ്ഞാൽ ലഘുവായ ആഹാരം കഴിച്ചുകൊണ്ട്. ഇത് എങ്ങനെയുള്ളവരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും മരുന്ന് കഴിക്കുന്നവരും ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ലഘുവായിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് ഉപവസിക്കാം. എന്നാൽ പൂർണ്ണമായി ഉപവസിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അതുപോലെ കർത്താവ് തരുന്ന നിയോഗത്തിൽ ഉപവസിക്കുമ്പോൾ വെള്ളം കുടിച്ചുകൊണ്ട് നമുക്ക് ഉപവസിക്കാം. രണ്ടാമതായിട്ട്, ഒരു പ്രാവശ്യം ഫുഡ് എടുത്തുകൊണ്ട് നമുക്ക് ഉപവസിക്കാം. ഈ ഉപവാസത്തിലെല്ലാം തന്നെ ദൈവത്തിൻ്റെ ഫേവറുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ സ്ഥിതി അനുസരിച്ചുകൊണ്ട് നമുക്ക് ഉപവസിക്കാം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ചില നിയമവ്യവസ്ഥകളല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിലേറ്റവും കൂടുതൽ നമുക്ക് ഇവിടെ ആവശ്യമായിരിക്കുന്നത് ലോകത്തിൽ നിന്ന് നമ്മുടെ വേരുകളെ മുറിക്കുക എന്നുള്ളതാണ്. സോ വി ആർ സെപ്പറേറ്റിംഗ് ourselves for
ഗോഡ്സ് ഇൻ്റർവെൻഷൻ, കർത്താവിൻ്റെ ഇടപെടലിനായിട്ട് നമ്മളെ തന്നെ ഒരുക്കുകയാണ്. സോ വാട്ട് ഹാപ്പൻ? അവിടെ സംഭവിക്കുന്നത് ഉപവാസത്തിൽ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് നമ്മുടെ വിശ്വാസം ശക്തമാകും, നമ്മളിൽ ആത്മീയ തീ കൊണ്ടുവരുന്നു. ഈ ആത്മീയ തീ നമ്മളിലേക്ക് വരുമ്പോൾ മറഞ്ഞു കിടന്നതും വെളിപ്പെടാത്തതുമായിരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എങ്ങനെയാണ് പൗലോസ് ആ തീയിലേക്ക് ആ ജന്തുവിനെ, ആ പാമ്പിനെ, വിഷപ്പാമ്പിനെ കുടഞ്ഞു കളഞ്ഞ് എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വെളിപ്പെടാത്ത കാര്യങ്ങൾ ഉപവാസത്തിൽ വെളിപ്പെടുന്നത് കാണുവാനിടയായിത്തീരും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഉപവാസത്താലും പ്രാർത്ഥനയിലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല. സോ പ്രെയർ ഈസ് കണക്റ്റിംഗ് വിത്ത് ഗോഡ് ആൻഡ് ഫാസ്റ്റിംഗ് ഈസ് സെപ്പറേറ്റിംഗ് ആസ് ഫ്രം ദ വേൾഡ്. ലോകത്തിൽ നമ്മളെ സെപ്പറേറ്റ് ചെയ്യുന്നു, നമ്മളെ കർത്താവിന് വേണ്ടി ഒരുക്കുന്നതാണ് ഉപവാസം. ഉപവാസത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ് പവർ, ശക്തി. അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുന്നതായിരിക്കും. സോ മേ ഗോഡ് ബ്ലെസ് എവ്രി വൺ. നിങ്ങളെ കർത്താവ് നിയോഗിക്കുന്ന പോലെ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ ഈ ദിവസങ്ങളിൽ സമയമെടുക്കുക. വലിയ ദൈവശക്തിയെ നമുക്ക് പ്രാപിക്കും. അത് നിമിത്തം ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയാത്തതുണ്ടോ, എന്തൊക്കെ മാറിപ്പോകാത്തതുണ്ടോ, അതിനെ നീക്കിക്കളയുവാൻ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരത്ഭുത ജീവിതം നയിക്കുവാൻ നമുക്കിടയാകുകയും ചെയ്യും. മേ ഗോഡ് ബ്ലെസ് എവ്രി വൺ.